ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമ്മുടെ ആറ്റമിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഞങ്ങളുടെ എക്സാമിന് 5 മാർക്സിന് ചോദിച്ചത്, ഇത്തവണ എക്സാമിന് 10 മാർക്സിന് ചോദിച്ചതുമായ ഒരു ജോയിന്റ് ആണ് എൽബോ ജോയിന്റ്. എൽബോ ജോയിന്റ് ആണ് 10 or 5 നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. എന്താണ് എൽബോ ജോയിന്റ്? ഇതാണ്. ഇത് ഓൺലി 1 ഡിഗ്രി ഓഫ് ഫ്രീഡം ഓഫ് മൂവ്മെന്റേ ഉള്ളൂ, ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും. അത് നിങ്ങൾ ബയോമെക്കാനിക്ക് പഠിക്കും. ഇതൊരു ഹിഞ്ച് ടൈപ്പ് ഓഫ് ജോയിന്റ് ആണ്. അപ്പൊ എൽബോ ജോയിന്റിന് ഇൻട്രൊഡക്ഷൻ എഴുതുക ആദ്യം തന്നെ. വാട്ട് ഈസ് ഇൻട്രൊഡക്ഷൻ? ഇൻട്രൊഡക്ഷൻ എന്താണ്? എൽബോ ജോയിന്റ്. എൽബോ ജോയിന്റ് ഈസ് എ സൈനോവിയൽ ഹിഞ്ച് ജോയിന്റ് that connects the upper arm and the forearm. അതായത് നമ്മുടെ അപ്പർ ആമും ഫോർ ആമും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ജോയിന്റ് ആണ്. ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ എഴുതുക എൽബോ ജോയിന്റ് ഈസ് എ സൈനോവിയൽ ജോയിന്റ് എന്ന് എഴുതുക. ഞാൻ ഷോർട്ട് ആക്കിയിട്ടാണ് എഴുതുന്നത്, നിങ്ങൾ അത് ഇലാബറേറ്റ് ചെയ്ത് എഴുതണം. സൈനോവിയൽ ഹിഞ്ച് ജോയിന്റ്, സൈനോവിയൽ ജോയിന്റ് അഥവാ സൈനോവിയൽ ഹിഞ്ച് ജോയിന്റ് എന്ന് എഴുതിയാൽ മതിയേ. ദാറ്റ് കണക്ട്സ് upper arm and forearm. upper arm and forearm ഇത്ര എഴുതുക. അതേപോലെ തന്നെ it is a hinge variety of joint എന്ന് എഴുതാം. It allows flexion and extension of the forearm and provides stability during functional activities. അതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതല്ലേ ഉള്ളൂ, അത് എഴുതുക. ഇനി നമ്മൾ ആർട്ടിക്കുലേറ്റിംഗ് സർഫേസ് എന്ന് പറഞ്ഞ് എഴുതുക. ആർട്ടിക്കുലേറ്റിംഗ് സർഫേസ്. ആർട്ടിക്കുലേറ്റിംഗ് സർഫേസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സർഫേസ് ആണ് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ബോൺസ് ഫോമിങ് എൽബോ ജോയിന്റ് എന്ന് നിങ്ങൾക്ക് കൊടുക്കാം. ബോൺസ്. അപ്പൊ ബോൺസ് ഏതൊക്കെയാണ് നമുക്ക് തന്നെ അറിയാലോ. റേഡിയസ് ഉണ്ട്, അൾനയുണ്ട്, ഹ്യൂമറസ് ഉണ്ട് അല്ലേ? ഹ്യൂമറസ് ഇത്, റേഡിയസും അൾന ഇവിടെ. അപ്പൊ അത് നിങ്ങൾ എഴുതുക ബോൺസ് എഴുതിയിട്ട്. ഓക്കെ, ഇത് മൂന്നൂടെ കൂടുമ്പോഴാണ് എൽബോ ജോയിന്റ് ഫോം ചെയ്യുന്നത്. ഡയഗ്രാം മസ്റ്റ് ആണ്. നിങ്ങളുടെ ഐദർ വിശ്രാം സിംഗ് അല്ലെങ്കിൽ ബി ഡി ചൗരാസിയിലും പടം ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ പടം കൂടെ എഴുതുക. ഇനി നമ്മൾ ആർട്ടിക്കുലേറ്റിംഗ് സർഫേസ് എന്ന് എഴുതുമ്പോൾ ഫസ്റ്റ് വൺ ഹ്യൂമറോ അൾനാർ ജോയിന്റ് ആണ്. ഹ്യൂമറോ അൾനാർ ജോയിന്റ്, ദെൻ ഹ്യൂമറോ റേഡിയൽ ജോയിന്റ്, റേഡിയൽ ജോയിന്റ്, പ്രോക്സിമൽ റേഡിയോ അൾനാർ ജോയിന്റ്. Proximal towards the body ആണ്, distant away from the body. അപ്പം ഹ്യൂമറോ അൾനാർ ജോയിന്റ് എന്ന് എഴുതുക, ഹ്യൂമറോ റേഡിയൽ ജോയിന്റ് എന്ന് എഴുതുക, പ്രോക്സിമൽ റേഡിയോ അൾനാർ ജോയിന്റ്. ഈ പേര് മസ്റ്റ് ആയിട്ട് എഴുതണം. അപ്പം ഇനി നിങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും എഴുതാൻ അറിയില്ലെന്ന് വിചാരിക്കാം. എഴുതുക ഹ്യൂമറസിന്റെ ലോവർ എൻഡും അൾനാറിന്റെ അപ്പർ എൻഡും കൂടെ ജോയിൻ ചെയ്യുന്നതാണ് ഹ്യൂമറോ അൾനാർ ജോയിന്റ് എഴുതുക. അത് കോൺട്രിബ്യൂട്ട് സ്റ്റെബിലിറ്റി മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ചുമ്മാ എഴുതാം. അതൊന്നും അവർ വായിക്കാൻ പോകുന്നില്ല. ഫോർ എക്സാമ്പിൾ ഹ്യൂമറോ റേഡിയൽ ജോയിന്റ് എന്ന് പറയുമ്പോൾ ഹ്യൂമറസും റേഡിയസും കൂടെ ജോയിൻ ചെയ്യുന്നതാണെന്നും പറഞ്ഞ് എഴുതുക. ഇനി പ്രോക്സിമോ റേഡിയൽ, പ്രോക്സിമൽ പാർട്ട് ഓഫ് ദ റേഡിയസ് ആൻഡ് അൾനാറോട് ചേരുന്നതാണ് പ്രോക്സിമോ അൾനാർ റേഡിയൽ ജോയിന്റ് എന്ന് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ തന്നെ നിങ്ങളുടെ പേജ് 1 പേജ് തീർന്നു. ഡയഗ്രാം കൂടെ വരയ്ക്കുമ്പോൾ 1.5 പേജ് തീർന്നു. ഇനി 4 പേജ് കൂടെ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഹ്യൂമറോ അൾനാർ ജോയിന്റ് ബിറ്റ്വീൻ ദ ട്രോക്ലിയ ഓഫ് ദ ഹ്യൂമറസ് ആൻഡ് ദ ട്രോക്ലിയർ നോച്ച് ഓഫ് ദ അൾന. അത് ഓർത്തിരിക്കാലോ. ട്രോക്ലിയർ ഓഫ് ദ ഹ്യൂമറസ് ആൻഡ് ട്രോക്ലിയർ നോച്ച് ഓഫ് ദ അൾന. ഇതുണ്ട്. ഇത് ട്രോക്ലിയർ എന്നൊരു വേർഡ് ഓർത്താൽ മതി. ഹ്യൂമറോ അൾനാർ ജോയിന്റിൽ ട്രോക്ലിയർ ഓഫ് ദ ഹ്യൂമറസ് ആൻഡ് ട്രോക്ലിയർ നോച്ച് ഓഫ് ദ അൾന. അത്ര നിങ്ങൾക്ക് എഴുതത്തില്ലേ? അപ്പൊ അത് തീർന്നു. ദെൻ ഹ്യൂമറോ റേഡിയൽ ജോയിന്റ് ബിറ്റ്വീൻ ദ ക്യാപിറ്റുലം ഓഫ് ദ ഹ്യൂമറസ്, ക്യാപിറ്റുലം എന്ന് ഓർക്കുക, ക്യാപിറ്റുലം ഓഫ് ദ ഹ്യൂമറസ് ആൻഡ് ദ ഹെഡ് ഓഫ് ദ റേഡിയസ്. അത് നിങ്ങൾക്ക് എഴുതത്തില്ലേ? അതേപോലെ തന്നെ ഇത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമറസ് ബോൺ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അപ്പർ എൻഡ് ഓഫ് ദ ഹ്യൂമറസ് ഒക്കെ പഠിക്കുക, അല്ലെങ്കിൽ ഹ്യൂമറസ് ബോൺ ഫുൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എൽബോ ജോയിന്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ദെൻ കമ്മിങ് ടു പ്രോക്സിമൽ റേഡിയൽ അൾനാർ ജോയിന്റ് ബിറ്റ്വീൻ ദ റേഡിയൽ ഹെഡ് ഓഫ് ദ റേഡിയൽ നോച്ച് ഓഫ് ദ അൾന. അതായത് റേഡിയൽ ഹെഡ് ഓഫ് ദ റേഡിയൽ നോച്ച് ഓഫ് ദ അൾനയും അതേപോലെ തന്നെ അത്രേ ഉള്ളൂ. ബിറ്റ്വീൻ ദ റേഡിയൽ ഹെഡ് ഓഫ് ദ റേഡിയൽ നോച്ച് ഓഫ് ദ അൾന. റേഡിയൽ ഹെഡും റേഡിയൽ നോച്ചും കൂടെ കൂടുന്നതാണ് ഹെഡ് ആൻഡ് റേഡിയൽ നോച്ച്. ഇത്ര ഓർത്തിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും അല്ലേ? ഇത്ര നിങ്ങൾ എഴുതിയല്ലോ. ഡയഗ്രാം മസ്റ്റ് ആണേ. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു നമ്മുടെ അടുത്ത എന്താ നോക്കട്ടെ നമുക്ക്. ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഐഡർ ഇൻസ്റ്റ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ
ഇതിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് കമ്മിങ് ടു നെക്സ്റ്റ് ഹെഡിങ്, ജോയിന്റ് ക്യാപ്സ്യൂൾസ് ആൻഡ് ലിഗമെന്റ്സ്. ജോയിന്റ് ക്യാപ്സ്യൂൾ ആൻഡ് ലിഗമെന്റ്സ്. ഇപ്പം ജോയിന്റ് ക്യാപ്സ്യൂൾ എന്ന് എഴുതുക. Coming to ligaments, ulnar collateral ligament, this is known as lateral collateral ligament. Next, radial collateral ligament. This is medial collateral ligament. Next, coming to annular ligament. ഇത് പഠിച്ചു വെക്കുക, കാണാപ്പാഠം. ജോയിന്റ് ക്യാപ്സൂൾ, അൾനാർ കൊളാറ്ററൽ ലിഗമെന്റ്, റേഡിയൽ കൊളാറ്ററൽ ലിഗമെന്റ്, ആനുലാർ ലിഗമെന്റ്. അൾനാർ കൊളാറ്ററൽ ലിഗമെന്റ് എന്തുകൊണ്ടാണ് ലാറ്ററൽ കൊളാറ്ററൽ ലിഗമെന്റ്? നമ്മൾ അനാറ്റമിക്കൽ പൊസിഷനിൽ നിൽക്കുമ്പോൾ അൾനാർ റേഡിയസ് ആണ് മീഡിയൽ, ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പം റേഡിയസ് മീഡിയൽ ആയതുകൊണ്ടാണ് മീഡിയൽ കൊളാറ്ററൽ ലിഗമെന്റ് എന്ന് പറയുന്നത്. അൾനാർ ലാറ്ററൽ ആയതുകൊണ്ടാണ് ലാറ്ററൽ കൊളാറ്ററൽ ലിഗമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആനുലാർ ലിഗമെന്റ്, ഇത്രയും ഓർത്ത് വെക്കുക. ഇനി നിങ്ങൾക്ക് കമ്മിങ് ടു ജോയിന്റ് ക്യാപ്സൂൾ നോക്കുമ്പോൾ എൻക്ലോസസ് ഓൾ 3 ആർട്ടിക്കുലേഷൻ ആൻഡ് റീഇൻഫോഴ്സ്ഡ് ബൈ ലിഗമെന്റ്സ്. അന്ന് വേണമെങ്കിൽ എഴുതാട്ടോ, അല്ലെങ്കിൽ ജോയിന്റ് ക്യാപ്സൂൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞു എഴുതാം. അൾനാർ കൊളാറ്ററൽ ലിഗമെന്റിൽ പ്രൊവൈഡ്സ് മീഡിയൽ സ്റ്റെബിലിറ്റി. പക്ഷേ അൾനാർ കൊളാറ്ററൽ ഇത് മാറിപ്പോയി കേട്ടോ. അൾനാർ കൊളാറ്ററൽ ലിഗമെന്റ് മീഡിയലും റേഡിയസ് ലാറ്ററലുമാണ്. ഐ എം സോറി, അൾനാർ കൊളാറ്ററൽ ലിഗമെന്റ് മീഡിയൽ, ലാറ്ററൽ. അപ്പോൾ അൾന മീഡിയലും റേഡിയസ് ലാറ്ററലുമാണ്, അത് നിങ്ങൾ ഓർത്തോണം. ഓക്കെ, അപ്പം പ്രൊവൈഡ്സ് ലാറ്ററൽ സ്റ്റെബിലിറ്റി ആണ് ലാറ്ററൽ ലിഗമെന്റ്, മീഡിയൽ സ്റ്റെബിലിറ്റി ആണ് മീഡിയൽ ലിഗമെന്റ്. എന്താണ് ചെയ്യുന്നത്? സ്റ്റെബിലിറ്റി. ലിഗമെന്റ്സ് പൊതുവെ സ്റ്റെബിലിറ്റി അല്ലേ നമുക്ക് നൽകുന്നത്. അപ്പോൾ ഓർക്കുക, മീഡിയൽ ലിഗമെന്റിന് സ്റ്റെബിലിറ്റി കൊടുക്കും, റേഡിയൽ കൊളാറ്ററൽ ലിഗമെന്റ് ലാറ്ററൽ സ്റ്റെബിലിറ്റി കൊടുക്കും. അത്രേ ഉള്ളൂ. ദെൻ നമ്മൾ കമ്മിങ് ടു ആനുലാർ ലിഗമെന്റ് സറൗണ്ട്സ് റേഡിയൽ ഹെഡ് അലൗവിംഗ് റൊട്ടേഷൻ. അത് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ദെൻ മസിൽസ് ഹെഡിങ് കൊടുക്കുക. ബൈസെപ്സ് ബ്രേക്കായി ഉണ്ട്, ബൈസെപ്സ് ബ്രേക്കായി. ഇതൊക്കെ നിങ്ങൾ താഴോട്ട് എഴുതിയാൽ മതി, ഞാൻ കോമ ഇട്ട് എഴുതാണ്. ബ്രേക്കിയാലിസ്, ബ്രേക്കോ റേഡിയാലിസ്, ട്രൈസെപ്സ് ബ്രേക്കായി, അതേപോലെ തന്നെ ആങ്കോണിയസ്. കുറെ മസിൽസ് ഉണ്ട്, ആ ഭാഗത്തുള്ള എല്ലാ മസിൽസും നിങ്ങൾക്ക് എഴുതി വെക്കാം. സുപ്പൈനേറ്റർ, ബൈസെപ്സ് ബ്രേക്കായി, അതേപോലെ തന്നെ ട്രൈസെപ്സ് ബ്രേക്കായി, പ്രൊണേറ്റർ ടീരീസ്, പൊണേറ്റർ ക്വാഡ്രേറ്റസ്. അപ്പം അതൊക്കെ മസിൽസ് എന്ന് ഹെഡിങ് കൊടുക്കുക. അതിന്റെ ഫംഗ്ഷനും എന്താണെന്ന് എഴുതുക. ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ ആണോ എന്തുവാണ്? ബേസിക്കലി അത് ബയോമെക്കാനിക്സിലാണ്, ഇതിൽ എഴുതിയാലും കുഴപ്പമില്ല. ബട്ട് മെയിൻലി അവർക്ക് ഇതിൻ്റെ അകത്തെ ഫംഗ്ഷൻ ആണ് വേണ്ടത്. ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ ദേ നോ നീഡ് ഫോർ അനാട്ടമി. നമ്മൾ ബയോമെക്കാനിക്സും നമ്മുടെ ഒരു നോളജിന് വേണ്ടി അവർ കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് നെർവ് സപ്ലൈ. നെർവ് സപ്ലൈയിലേക്ക് വരുമ്പോൾ ഏതൊക്കെ നെർവാണ് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. മസ്കുലർ ക്യൂട്ടേനിയസ് നെർവ്, muscular cutaneous nerve. Coming to radial nerve, median nerve. അപ്പോൾ മസ്കുലർ ക്യൂട്ടേനിയസ് നെർവ് സപ്ലൈസ് ഫ്ലെക്സസ് മസിൽസിന് ആണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. അതേപോലെ റേഡിയൽ നെർവ് സപ്ലൈസ് എക്സ്റ്റൻസർ. അത് എഴുതാമല്ലോ, ഫ്ലെക്സസ് extensor muscles. Median nerve involved in pronation. അതേപോലെ ബ്ലഡ് സപ്ലൈ കൊടുക്കുക. ഹെഡിങ് ബ്ലഡ് സപ്ലൈ കൊടുത്തിട്ട് ബ്രേക്കിയൽ ആർട്ടറി,
ആണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ബ്രേക്കിയൽ ആർട്ടറി എന്ന് എഴുതുക. ഇത് 2 ബ്രാഞ്ച് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും ബ്രേക്കിയൽ ആർട്ടറി. ഏതൊക്കെയാണ്? റേഡിയൽ ആർട്ടറി ആൻഡ് അൾനാർ ആർട്ടറി. ഇത്രയും നിങ്ങൾ എഴുതുക. ഇപ്പൊ തന്നെ നിങ്ങൾക്കൊരു 6.5 7 മാർക്സ് എന്തായാലും കിട്ടും. ഡയഗ്രം ഉണ്ട് 7. പിന്നെ നിങ്ങൾക്ക് ഫങ്ഷൻസ് ഓഫ് എൽബോ ജോയിന്റ്, പ്രൊവൈഡ്സ് മൂവ്മെന്റ്, ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, സുപ്പൈനേഷൻ, പ്രൊണേഷൻ, വെയിറ്റ് ബിയറിങ്ങിന് ഹെൽപ്പ് ചെയ്യും, ഹാൻഡ് പൊസിഷൻ, ഡെയിലി ആക്ടിവിറ്റീസിന് ഹെൽപ്പ് ചെയ്യുന്ന എഴുതുക. ഫങ്ഷൻസിന് അറിയാമല്ലോ, ഫങ്ഷൻസ് ഒക്കെ സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. ക്ലിനിക്കൽ കണ്ടീഷനിലേക്ക് വരിക. എന്തൊക്കെയാണ് കോമൺ ക്ലിനിക്കൽ കണ്ടീഷൻസ്? അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ എഴുതാം. ടെന്നീസ് എൽബോ എഴുതാം. ക്ലിനിക്കൽ കണ്ടീഷൻസ് coming to tennis elbow, golfer's elbow, ഈ ടെന്നീസ് എൽബോ എന്ന് പറയുന്നത് ലാറ്ററൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് ആണ്, അതായത് ലാറ്ററൽ എപ്പിക്കോണ്ടൈലിന് വരുന്ന ഇൻഫ്ലമേഷൻ. ഗോൾഫേഴ്സ് എൽബോ എന്ന് പറഞ്ഞാൽ മീഡിയൽ എപ്പിക്കോണ്ടൈലൈറ്റിസ് ആണ്, ഓവർ യൂസ് ഓഫ് ഫ്ലെക്സാർ ടെൻഡൻസ്. മറ്റേത് ഓവർ യൂസ് ഓഫ് എക്സ്റ്റൻസാർ ടെൻഡൻസ് കാരണം എപ്പിക്കോണ്ടൈലിന് വരുന്ന ഇൻഫ്ലമേഷൻ. അതുപോലെ ഗോൾഫേഴ്സ് എൽബോയിൽ ഓവർ യൂസ് ഓഫ് ഫ്ലെക്സാർ ടെൻഡൻസ്, മീഡിയൽ എപ്പിക്കോണ്ടൈലിസ് വരുന്നത്. അതുപോലെ എൽബോ ഡിസ്ലൊക്കേഷൻ എപ്പോഴും വരാറുണ്ട് മിക്കവർക്കും. പിന്നെ ഒലാക്രണോൺ ബർസൈറ്റിസ്. ഇത്രയാണ് എഴുതുന്നത്. പിന്നെ കൺക്ലൂഷൻ എഴുതുക. എന്തുവാണ് കൺക്ലൂഷനിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുക? ഇറ്റ് ഈസ് എ മെയിൻ ജോയിന്റ് എന്നൊക്കെ പറയാം. നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും എൽബോ ഇല്ലാണ്ട് ഒരു ഹാൻഡ് ആക്ടിവിറ്റീസും നടക്കത്തില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതിയാൽ നിങ്ങൾക്കൊരു പ്ലസ് ഡയഗ്രം വരച്ചാൽ 8 to 9 മാർക്സ് എങ്ങനെ പോയാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ എൽബോ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് നൗ ഡേയ്സ്, ബിക്കോസ് ഷോൾഡർ ഹിപ്പും കുറേ വർഷമായിട്ട് ചോദിച്ച് മടുത്തോണ്ടാ തോന്നുന്നു. ഇപ്പൊ എൽബോയിലേക്ക് എക്സാമിനേഴ്സ് മാറ്റിയിട്ടുണ്ട്. സോ എൽബോയും എന്തായാലും നിങ്ങൾ പഠിക്കുക. അപ്പം ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കണ്ടുവരേക്കും എല്ലാവർക്കും